മാനസികാവസ്ഥ ഇല്ലാത്തതിനാൽ കുടുംബത്തിനകത്ത് അസ്വസ്ഥതയുമായി ജീവിക്കുന്ന, പുറത്ത് മേന്മ നടിക്കുന്ന കപടന്മാരാണ് നമ്മുടെ കുടുംബത്തിലെ ഭാര്യഭർത്താക്കന്മാർ എന്നിരിക്കെ പടച്ചവൻ സ്വർഗത്തോടുള്ള ഈ കൊതി നല്ല അളവിൽ നമ്മിൽ വളർത്തുമാറാവട്ടെ. വൃത്തികേടുകൾ അരങ്ങേറുന്ന ഒരു ലോകത്ത് സ്വർഗത്തെ മോഹിച്ച് ആ വൃത്തികേടിലേക്ക് പോകാതിരിക്കുമാറും ഇവിടെ നമുക്ക് ഈ സുഖങ്ങൾ വിലക്കപ്പെട്ടതാണ്. ഇത് നമുക്കൊരു ജയിലാണ്. അതുകൊണ്ട് ഈ ജയിലിൽ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകാം, മറിച്ച് നമുക്ക് സുഖിക്കാനുള്ള ഒരു ഇടം തമ്പുരാൻ നൽകുന്നുണ്ട്. ആ സ്വർഗത്തിൽ നമുക്കൊരു വീട് കിട്ടട്ടെ, അവിടെ നമുക്ക് സന്തോഷത്തിൽ ജീവിക്കാം എന്ന് കരുതി ഈ സുഖലോലുപതകളെ വലിച്ചെറിഞ്ഞ് അതിനെ മാറ്റിവെച്ച് തമ്പുരാന്റെ സ്വർഗത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ കഴിയുന്ന ത്യാഗത്തിന്റെ ഈമാനികമായ മനസ്സ്, ത്യാഗത്തിന്റെ ഇസ്ലാമികമായ മനസ്സ്, ത്യാഗത്തിന്റെ ഇസ്ലാമികമായ തവക്കുൽ, ത്യാഗത്തിന്റെ ഇസ്ലാമികമായ സുബ്ർ, ത്യാഗത്തിന്റെ ഇസ്ലാമികമായ ഇസ്തിഖാമത്ത് അല്ലാഹു എനിക്കും നിങ്ങൾക്കും പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തമ്പുരാൻ അവന്റെ സ്വർഗപ്രവേശനം ലഭ്യമാകുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. വിചാരണ വേളയെ കുറിച്ച് ചിന്തിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. ആ വിചാരണയിൽ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയതമ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലളിതമായ വിചാരണ പോലും എളുപ്പമല്ല. ആയിഷ, വിചാരണക്ക് എടുക്കപ്പെട്ടാൽ കുടുങ്ങും, ചിലപ്പോൾ അത് മുഖേന നിങ്ങൾ പിടിച്ചു കൊടയപ്പെടും. അതുകൊണ്ട് ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കാൻ തുടങ്ങിയാൽ ഉത്തരം പറയാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ പോകേണ്ട ദിശ മാറിയേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയതമയോട് പറഞ്ഞു. എങ്കിൽ ആ പ്രിയതമയെ സ്വർഗത്തിൽ കിട്ടാൻ കൊതിക്കുന്ന ഹബീബ് ഇவ்விதമാണ് പറഞ്ഞത് എങ്കിൽ നമ്മുടെ മക്കളോട്, ഭാര്യമാരോട്, നമ്മോട് തന്നെയും ഈ സ്വർഗം നേടിയെടുക്കാൻ കഴിയുമാറ് അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിച്ച് വിചാരണയെ മറികടന്ന് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെടാൻ ആഹ്വാനം ചെയ്യേണ്ടുന്ന, ഉത്ബോധിപ്പിക്കേണ്ടുന്ന, വസിയത്ത് ചെയ്യേണ്ടുന്ന, നമ്മോട് തന്നെ നാം ഉപദേശിക്കേണ്ടുന്ന കാലഘട്ടമാണ് ഇത് എന്ന് മനസ്സിലാക്കി നമുക്ക് അவ்விதം മാറാനുള്ള സന്മനസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. തമ്പുരാൻ നാളെ വിചാരണ നമുക്ക് എളുപ്പമാക്കി തരുമാറാവട്ടെ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടന്നു പോകുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസിമാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ലോകത്ത് ഈ സമുദായം 3 വിഭാഗമായിട്ട് മാറുമെന്നും അതിൽ ഒരു കൂട്ടർ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിധം വിചാരണയില്ലാതെ യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആ മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനകളും അമലുകളും നമ്മുടെ ജീവിത വിശുദ്ധിയും നമ്മുടെ സമർപ്പണ ബോധവും ഇസ്ലാമിനോട് കൂറും വിലയിരുത്തിയിട്ട് മുഖവിലക്കെടുത്ത് അല്ലാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വേറെ ഒരു കൂട്ടർ വലിയ പാപങ്ങളുമായിട്ട് വരുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്നു. യജീഊന ബിദുനൂബിൻ അള്ളാമിൻ, വൻ പാപങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായിട്ട് അവർ മഹ്ശറിൽ വന്നു നിൽക്കും. അവരാണ് കത്തി നിൽക്കുന്ന സൂര്യനികയുടെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് തിന്മയുടെ ഭാണ്ഡവും പേര് നിൽക്കുക. അവിധം ദുരന്ത കഥാപാത്രങ്ങളായി തിന്മയുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നഫ്സി നഫ്സി നഫ്സിയ, എന്റെ കാര്യം എന്താകുമെന്ന് ഉറക്കെ വിലപിക്കുന്ന, യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വേവത് കൂടുന്ന അത്തരം ദുരന്ത കഥാപാത്രങ്ങളായി പരലോകത്ത് മാറാതിരിക്കുമാറ് വിചാരണയെ മുമ്പിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് ഈമാനും ഇച്ഛാശക്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ തടഞ്ഞു വെക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിധം പാപികളായ ആളുകളെ, പാപികളായ മുസ്ലിമീങ്ങളെ കുറിച്ച് പ്രത്യേകം ഹദീസിൽ പരാമർശിച്ചു. അവർ മുസ്ലിമീങ്ങളാണ്, നിസ്കാരമുള്ളവരാണ്, അല്ലാഹു നിഷേധിക്കാത്തവരാണ്. പക്ഷേ അവിടെ രീതിയും നടപടിക്രമവും അനിസ്ലാമികമായിരുന്നു. അവിധമുള്ള ദുരന്ത കഥാപാത്രങ്ങൾ യുഹ്ബസൂന ഫീ തൗലിൽ മഹ്ശർ, മഹ്ശറിന്റെ നീൾച്ചയിൽ അവർ തടഞ്ഞു വെക്കപ്പെടും. അത്തരം മഹ്ശറിന്റെ നീൾച്ചയിൽ തടഞ്ഞു വെക്കപ്പെടാത്ത ഭാഗ്യവാന്മാരായി മാറാൻ അല്ലാഹു നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ, കരുത്ത് തരുമാറാവട്ടെ, തിരുത്താൻ എനിക്കും നിങ്ങൾക്കും ശക്തി തരുമാറാവട്ടെ. എത്ര കേട്ടിട്ടും തിരുത്താൻ കഴിയാത്തത്ര ഹൃദയം കല്ലിനേക്കാൾ ഉറച്ചു പോയ വലിയ വലിയ കാര്യരൂപിന്റെ വക്താക്കളാണ് ഇന്നീ സമുദായത്തിൽ ഉള്ളത് എന്ന് തോന്നുന്നു. നമ്മുടെ ഹൃദയത്തിന് അലിവ് നൽകുമാറാവട്ടെ,
ഷിദ്ദത്തുൽ ഖൽബ് മാറി ഇക്കത്തുൽ ഖൽബ് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയ കാഠിന്യം നീങ്ങിപ്പോയി. പരലോക ചിന്തയാൽ, വിചാരണയെക്കുറിച്ച് ചിന്തയാൽ, നരക ശിക്ഷയെക്കുറിച്ച് ചിന്തയാൽ കാഠിന്യമുള്ള ഹൃദയത്തിന്റെ കാഠിന്യം നീങ്ങിപ്പോയി. തമ്പുരാനെ ഓർത്ത് കരയാൻ കഴിയുന്ന ഹൃദയ നൈർമല്യം അല്ലാഹു എന്നെയും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേര് പറഞ്ഞു കേൾക്കുമ്പോൾ ഞെട്ടലുളവാകുമാറ് ഹൃദയത്തിന്റെ ഒരു പങ്കപ്പാട്, ഒരുതരം അസ്ഖ്യത. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹുവിനെ കുറിച്ച്, അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുമാറ്, പടച്ചവനിലേക്ക് മടങ്ങാൻ കഴിയുമാറ്, അല്ലാഹുവിൽ സകലം സമർപ്പിക്കാൻ കഴിയുമാറ് ഉദാത്തമായ വിശ്വാസം ഉൾക്കൊണ്ട നല്ല മനുഷ്യരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിധമുള്ള ലക്ഷണമൊത്ത മുസ്ലിമീങ്ങളായി, മുസ്ലിമാത്തുകളായി മാറാൻ ഈ വേളയിലെ, രാത്രി വേളയിലെ പ്രാർത്ഥനയും നമസ്കാരവും ഉൾപ്പെടെ അത് മുഖേന അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവന്റെ ഭവനത്തിൽ ഇവിധം സ്വസ്ഥതയോടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഉൾപ്പെടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചിരിക്കാൻ അല്ലാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ ഇഹലോകത്ത് നന്നായി ജീവിച്ചവർക്ക് നൽകുന്ന അംഗീകാരമായ അവന്റെ അർശിന്റെ കീഴിൽ, അവന്റെ അർശിന്റെ സിംഹാസനത്തിന് കീഴിൽ തണൽ കൊണ്ടിരിക്കാനും അവന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഹൗദുൽ കൗസർ കുടിപ്പിക്കപ്പെട്ടതിനാൽ സ്വർഗ്ഗപ്രവേശനം വരെ ദാഹം എന്ന ഒന്ന് അനുഭവപ്പെടാതിരിക്കുന്ന സ്വസ്ഥതയും ശാന്തിയും ലഭ്യമാകുന്ന അവന്റെ ഉദാരതയിൽ ഔദാര്യത്താൽ അവൻ അനുഗ്രഹിച്ച യഥാർത്ഥ ദാസിമാരിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. തമ്പുരാൻ നമ്മുടെ പരലോകം നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമാറുള്ള പ്രവർത്തനത്തിൽ നമ്മെ ഉൾപ്പെടാൻ സഹായിക്കുമാറാവട്ടെ. ഈ ഉള്ളവന്റെ പ്രാർത്ഥനയുടെ മർമ്മം പരലോകവുമായി ബന്ധപ്പെട്ട് ആകാനുള്ള കാരണം തമ്പുരാന്റെ ശിക്ഷയെ ഭയമില്ലാത്തതിനാൽ നമസ്കരിക്കുന്നവർക്ക് പോലും മാറാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ പരലോകവും അവന്റെ ശിക്ഷയും നമ്മുടെ ഹൃദയത്തിൽ പച്ചയായി നിൽക്കുകയല്ലാതെ നമ്മെ നന്നാക്കാൻ ഒറ്റമൂടിയില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പടച്ചവൻ ഈ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും പ്രധാനം നൽകുമാറാവട്ടെ. അങ്ങനെ പരലോകത്തെ ഭയന്ന്, നരകത്തെ ഭയന്ന്, സ്വർഗത്തെ മോഹിച്ച്, തമ്പുരാന്റെ ഔദാര്യത്തെ കാംക്ഷിച്ച്, ഇഹലോകത്തെ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിച്ച് പരലോകത്ത് അവന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന അല്ലാഹുവിന്റെ ലക്ഷണമൊത്ത ഉമ്മത്തിലെ മെമ്പർമാരായി വളരാൻ അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരുമാറാവട്ടെ. സാമ്പത്തികമായ വിഷമങ്ങൾ ഇന്ന് നമ്മെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റൈല് മാറിയതിനാൽ, നമുക്ക് കണക്കുകൂട്ടൽ തെറ്റിപ്പോയതിനാൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ സമ്പത്ത് ഒരാവശ്യമായി വന്നപ്പോൾ പണത്തിന്റെ പിറകെ കൂടുന്ന ദുരന്തം ഈ സമുദായത്തിൽ വല്ലാതെ വളർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ ധനം കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന വലിയ വലിയ മനുഷ്യരിൽ ഈ ചെറിയ മനുഷ്യരായ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹറാമിന്റെ അണപ്പൈ നമ്മുടെ സമ്പാദ്യത്തിൽ മുതൽ കൂട്ടിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അമിതമുള്ള സമ്പാദ്യം പോക്കിക്കളഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട സമ്പത്തിന്റെ ബലത്തിൽ ജീവിക്കാൻ കഴിയുന്ന അല്ലാഹുവിന്റെ നല്ല ദാസിമാരിൽ അല്ലാഹുവിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹറാമിന്റെ മാർഗേണ നേടിയ പണം കൊണ്ട് ഭക്ഷണം കഴിച്ചും അതുപോലെ തന്നെ വെള്ളം കുടിച്ചും ദാഹം തീർത്തും വിശപ്പ് മാറ്റിയും അതുകൊണ്ട് വസ്ത്രം വാങ്ങി ധരിച്ചും ഇബാദത്തുകൾ എടുക്കുന്ന, അതിൽ മുഴുകിയ ആളുകൾ വരെ സ്വർഗം പോകില്ല എന്നും അവിടെ പ്രാർത്ഥന അത് സ്വീകരിക്കില്ല എന്നും തിരുവചനത്തിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമിന്റെ അണപൈ വരാതിരിക്കുമാറ് ശ്രദ്ധയോടെ, ബദ്ധശ്രദ്ധയോടെ, ജാഗ്രതയോടെ ജീവിക്കാനുള്ള ഈമാൻ, തഖ്വാബോധം അല്ലാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളയാണ് വലിയവനെന്ന് നാഴികൾക്ക് 40 വട്ടം പറയുമ്പോഴും നാട്ടിക്കൊണ്ടും ഭാവം കൊണ്ടും കാട്ടിക്കൂട്ടൽ കൊണ്ടും പണമാണ് വലുത്, ധനമാണ് ദൈവം, ധനമാണ് ദൈവത്തെക്കാളും വലുത് എന്ന് തെളിയിക്കുന്നവരാണ് ഇന്നത്തെ നല്ല മാന്യന്മാരായ മുസ്ലിമീങ്ങൾ വരെ. വല്ലാത്തൊരു ദുരന്തം ഈ സമുദായത്തെ പിടികൂടിയിരിക്കുകയാണ്. പടച്ചവൻ പണമല്ല വലുത്, അള്ളാഹുവാണ് വലുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലെ പണത്തിൽ അള്ളാഹുവിന്റെ നിയമം നടപ്പാക്കാൻ കഴിയുന്ന മാലിക്കുദ്ദീനാറുമാരായി നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ.
നമ്മുടെ കയ്യിലെ പണത്തിന്റെ അടിമയായി, പണത്തിന് അടിമപ്പെട്ട് നിൽക്കുന്ന, പണമാണ് വലുതെന്ന് ചിന്തിക്കുന്ന, പണം തന്നെയാണ് ശരി എന്ന് വിശ്വസിക്കുന്ന അത്തരം വൃത്തികെട്ട സംസ്കാരത്തിൽ പെട്ടുപോയി പണത്തിന്റെ അടിമയായി നിൽക്കുന്ന മംലൂക്കുദ്ദീനാറുമാരായി മാറാതിരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ട് കയ്യിലുള്ള ധനത്തിൽ തമ്പുരാന്റെ ദീൻ നടപ്പാക്കാൻ കഴിയുന്ന തഖ്വയുള്ള മനുഷ്യരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ കയ്യിലെ പണത്തിൽ തമ്പുരാന്റെ നിയമവും വ്യവസ്ഥയും പാലിച്ചുകൊണ്ട് അർഹതപ്പെട്ട സക്കാത്ത് സക്കാത്തായും സ്വതക്ക സ്വതക്കയായും കൊടുത്തുകൊണ്ട് നൽകുന്ന സ്വതക്കയും സക്കാത്തും അള്ളാഹു സ്വീകരിക്കുമാറ് ഈ ധനം പരിശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തിയും അത് കൊടുക്കുന്ന നമ്മൾ അത് നേടും എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിക്കാൻ പണം ആവശ്യമുള്ള കാലമാണിത്. പണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കാലമാണ്. ഹലാലായ മാർഗേണ അള്ളാഹുവിന്റെ ഔദാര്യമാകുന്ന സമ്പത്ത് ഒരുപാട് നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകുമാറാവട്ടെ. ഹലാലായ മാർഗേണ സമ്പാദിക്കുന്നതിലൂടെ ജീവിക്കാൻ വേണ്ടത് നേടിയെടുക്കാൻ കഴിയുന്ന അള്ളാഹു അനുഗ്രഹിച്ച സമ്പാദകരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവിധം കൈവന്ന സമ്പത്തിൽ നിന്ന് മതിയായത് അതിനപ്പുറത്ത് നൽകി സ്വർഗം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന, സ്വർഗം ചിലവഴിച്ച് വാങ്ങാൻ കഴിയുന്ന, അള്ളാഹുവിന് നല്ല കടങ്ങൾ കൊടുക്കാൻ കഴിയുന്ന, അബൂദർദാഹ് നേടിയതുപോലെ നേടാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. തിരുനബിയുടെ ഒരു പ്രാർത്ഥന ഏറെ ചിന്തിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. നിഅമൽ മാലു സ്വാലിഹു ലിറജുലി സ്വാലിഹി, നിഅമൽ മാലു സ്വാലിഹു ലിറജുലി സ്വാലിഹി. നല്ല പണം നല്ല മനുഷ്യന്റെ കയ്യിൽ വരട്ടെ, നല്ല പണം നല്ല മനുഷ്യന്റെ കയ്യിൽ വരട്ടെ. നമ്മുടെ സമുദായത്തിലെ നല്ല മാർഗത്തിൽ സമ്പാദിക്കുന്ന, നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്ന, നമ്മുടെ സമുദായത്തെ സ്നേഹിക്കുന്ന, ദീനിനെ സഹായിക്കുന്ന നമ്മുടെ കൂട്ടത്തിലെ എല്ലാ നല്ലവരുടെ കയ്യിലും പടച്ചവൻ അതിരറ്റ നല്ല സമ്പാദ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദീനിന് പണം ആവശ്യമാണ്. ഈ ദീനിന്റെ പ്രവർത്തനത്തിന് പണം ആവശ്യമാണ്. ഈ സമുദായത്തിന്റെ ഉദ്ധാരണത്തിന് പണം ആവശ്യമാണ്. നല്ല ആളുകളുടെ കയ്യിലെ നല്ല പണം കൊണ്ടേ നല്ല മാർഗത്തിൽ ഈ ദീനിനെ പോഷിപ്പിക്കാനും നല്ല മാർഗത്തിൽ സമുദായത്തെ വളർത്താനും കഴിയും. അതുകൊണ്ട് ഹിതകരമായ മാർഗേണ നേടുമെന്ന് ഉറപ്പുവരുത്തി ജീവിക്കുന്ന, അങ്ങനെ നേടുന്നതിൽ അള്ളാഹു പ്രത്യേകമായ കഴിവ് കൊടുത്ത നല്ല പണക്കാരുടെ കയ്യിൽ അള്ളാഹു നല്ല ധനം നന്നായി നൽകുമാറാവട്ടെ. അവർക്ക് ഈ ദീനിനു വേണ്ടി, സമുദായത്തിന് വേണ്ടി നന്നായി ചെലവഴിക്കാൻ സന്മനസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെയുള്ള നല്ല ഭാഗ്യവാന്മാരായ സമ്പാദകരാൽ അള്ളാഹു ഈ സമുദായത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിൽപ്പെട്ട നല്ല സമ്പാദകരിലേക്ക് ഉയരാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കയ്യിൽ വന്ന പണം നല്ല അളവിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് സന്മനസ്സും ഇച്ഛാശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പണം നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും വീട് മുഞ്ചുകൂട്ടാനും നമ്മുടെ തീന്മേശ അലങ്കരിക്കാനും വാഹനത്തിന്റെ പകിട്ട് വർദ്ധിപ്പിക്കാനും ചെലവഴിച്ചതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാൻ പലപ്പോഴും പൈസയില്ലാതെയോ ഉള്ളത് തികയാതെയോ അതുകൊണ്ട് സാധ്യമല്ലെന്നോ പറയുന്ന വല്ലാത്തൊരു വൃത്തികെട്ട ദുരന്തത്തിൽ ആണ്ടുകൊണ്ട് പോയവരാണ് മുസ്ലിം സമുദായം. നമുക്ക് നമ്മുടെ ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയുമാറാവട്ടെ. നമ്മുടെ തീന്മേശകളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, അൽവാനു തആം, നിറമാർന്ന ഭക്ഷണങ്ങളെ സ്നേഹിക്കുന്നവർ. ഓരോ ഭക്ഷണവും ഓരോ നിറത്തിൽ, ഓരോ ഭക്ഷണവും ഓരോ രുചിയിൽ. അങ്ങനെ ഒന്നിലധികം മാംസാഹാരവും ഒന്നിലധികം മത്സ്യത്തിന്റെ ആഹാരവും പിന്നെ വേറെയും ചേർത്ത് വെച്ച് തീന്മേശ അലങ്കരിച്ച് മൃഷ്ടാന ഭോജനം കഴിച്ച് സുഖിക്കുന്നവരെ നിങ്ങൾക്ക് തിരുനബി അരവയറും മുണ്ടു മുറുകിയും ജീവിച്ച ചരിത്രം പറയുന്ന, ചരിത്രം കാഴ്ചവെച്ച തിരുനബിയുടെ പേര് പറയാൻ അർഹതയില്ല. അതുകൊണ്ട് നമ്മുടെ തീന്മേശയുടെ തീറ്റപ്പണ്ടാരങ്ങൾ കുറക്കാനുള്ള ഇച്ഛാശക്തി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഭക്ഷണത്തിലൊരു നിയന്ത്രണം നമുക്ക് നിർബന്ധമാണ്. അള്ളാഹു നമ്മെ അതിന് കെൽപ്പുള്ളവരാക്കി മാറ്റട്ടെ. ഭക്ഷണ നിയന്ത്രണമായിരുന്നു നോമ്പ്. പൈതാഹേച്ഛയെ നിയന്ത്രിക്കുക, വിശക്കാൻ പഠിക്കുക, വിശക്കുമ്പോൾ മാത്രം കഴിക്കാൻ പഠിക്കുക, വിശക്കുമ്പോഴും വയറ് നിറച്ച് കഴിക്കാതിരിക്കുക, അധികം ആഹാരം കാണുമ്പോൾ കണ്ണു നിറയുക, അധികമായ ആഹാരം കാണുമ്പോൾ ഒട്ടിയ വയറുമായി ജീവിക്കുന്ന സോമാലിയ കുഞ്ഞുങ്ങളെ ഓർക്കുക, അധികം ആഹാരം കാണുമ്പോൾ പോഷകാംശ കുറവ് കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരിമാരെ ഓർക്കുക. അത് കണ്ടിട്ട് ടിവിയുടെ മിനിസ്ക്രീനിൽ 1.5 മാസവും ഈ റമദാനിന്റെ 1.5 മാസം മുമ്പ് സോമാലിയൻ അഭയാർത്ഥികളായ പെണ്ണുങ്ങളും കുട്ടികളും
മീസ്റ്റിൽ മറയുമ്പോഴും മുമ്പിലെ ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിക്കാൻ മാത്രം മനസ്സാക്ഷി കുത്തില്ലാത്ത കശ്മലന്മാർ ഈ സമുദായത്തിന്റെ ദുരന്തമാണ്. പടച്ചവൻ നമ്മുടെ തീന്മേശയെ നിയന്ത്രിക്കാൻ കരുതരുമാറാവട്ടെ. നമ്മുടെ തീറ്റപ്പണ്ടാരങ്ങളെ കുറക്കാൻ കരുതരുമാറാവട്ടെ. കൊഴുപ്പും പ്രഷറും ഷുഗറുമായി ജീവിച്ചിട്ട് തീറ്റിയെ നിയന്ത്രിക്കാൻ കൊഴുപ്പത്തിന് പിന്നെയും മരുന്നെടുത്ത് 2 വഴിക്ക് പണം കൊടുത്തടിക്കുന്നവരെ നിങ്ങൾ തിരുനബിയുടെ ചരിത്രം വായിച്ച് ഞെട്ടണം. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഞാൻ എന്നോട് പറയാം, പിന്നീട് നിങ്ങളോടും നമ്മുടെ തീറ്റിപ്പണ്ടാരങ്ങൾ കുറക്കാൻ അല്ലാഹു നമുക്ക് കരുത്ത് നൽകുമാറാവട്ടെ. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോഗ്യമുള്ള ഒരു സമുദായത്തെ സംവിധാനിച്ച പ്രവാചകനാണ്. വളരെ പറയാൻ മാത്രം പഠിച്ച പ്രവാചകനല്ല ഇത്. നടപടിക്രമത്തിലൂടെ പ്രായോഗിക തലത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം അതിന്റെ സൗന്ദര്യത്തിലും അതിന്റെ പകിട്ടിലും അതിന്റെ ആരോഗ്യത്തിലും അതിന്റെ വിദ്യാഭ്യാസത്തിലും അതിന്റെ സംസ്കാരത്തിലും അതിന്റെ കുടുംബത്തിലും അതിന്റെ നീതിന്യായ നിർവഹണത്തിലും അതിന്റെ ഭരണക്രമത്തിലുമൊക്കെ ഒരുപോലെ സ്ഥാപിച്ച പ്രയോഗവൽക്കരിച്ച പ്രവാചകനാണ് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തിരുനബിയുടെ നാട്ടിലേക്ക് സേവനത്തിനായി വന്ന ഒരു ഡോക്ടറുടെ കഥ ചരിത്രം പറയുന്നുണ്ട്. ആ ഡോക്ടർക്ക് പണിയില്ലാതെ വന്നപ്പോ ആ ഡോക്ടർ തിരുനബിയോട് പോകാൻ അനുവാദം ചോദിച്ചിട്ട് പോകാൻ അനുമതി കൊടുത്തപ്പോ അദ്ദേഹം തിരുനബിയോട് മറുത്തൊരു ചോദ്യം കൂടി ചോദിച്ചു. പ്രവാചകരെ, ഇത് എങ്ങനെ സാധ്യമായി? രോഗമുള്ള ഒരാളുമില്ലാത്ത അരോഗ ദൃഢഗാത്രരായ സമൂഹത്തെ സംവിധാനിക്കുക. അങ്ങനത്തെ ഒരു രാജ്യമായിരുന്നു മദീന. സാധാരണ പനിയും തലവേദനയെ വരാറുള്ളൂ. അതിനവർ കൊമ്പുവെക്കും. അവർക്ക് പരിചയമുള്ള രീതിയാണത്. അതിനപ്പുറത്ത് വലിയ രോഗങ്ങളില്ല. അതുകൊണ്ട് തൊഴിലില്ലാതെ ജോലിയില്ലാതെ ഇവിടെ സേവനത്തിന് വഴിയില്ല. അതുകൊണ്ട് തിരിച്ചു പോകാൻ എങ്ങനെ സാധ്യമായി ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നവരും ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കാത്തവരുമാണ്. അത് തിരുനബിയുടെ സുന്നത്തായി മനസ്സിലാക്കാൻ കഴിയാതെ പോയ സമുദായമേ, നിങ്ങൾ നോമ്പിൽ മാത്രം ഭക്ഷണം ഒഴിവാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഭക്ഷണ സംസ്കാരം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ ഭക്ഷണ സംസ്കാരം ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ സുന്നത്ത് പാലിച്ച് ജീവിച്ച സഹാബത്തിലെ പെണ്ണുങ്ങളും അവർ ചേരുന്ന ആവാലമുക്ത മദീന, ആ മദീന രോഗമുക്തമായ സ്റ്റേറ്റ് ആയിരുന്നുവെങ്കിൽ, രോഗമുക്തമായ ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബത്തെ മാറ്റാൻ ഇനിയെങ്കിലും ഈ സുന്നത്ത് പാലിച്ച് സാധിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാഹത്തെയും വിശപ്പിനെയും നിയന്ത്രിച്ചുകൊണ്ട് ഭക്ഷണത്തിലുള്ള കൊതി നിയന്ത്രിക്കാൻ നോമ്പ് പഠിപ്പിച്ച ഈ പാഠം ശരിക്കും ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഭോഗസുഖമാണ് ഈ കാലഘട്ടത്തിന്റെ ദുരന്തം. അതുകൊണ്ട് കാമാസക്തിയിൽ പിറകെയാണ് മനുഷ്യർ. നെറ്റിലും അതുപോലെ തന്നെ ടിവിയിലും കൈത്തുമ്പിൽ വിരൽത്തുമ്പിൽ കൊണ്ടു നടക്കാവുന്ന മൊബൈലും അശ്ലീലം ടൺ കണക്കിന് കുത്തി നിറച്ചവരാണ് മാന്യന്മാർ. അതുകൊണ്ട് ഇത് നിയന്ത്രണമില്ല. ഈ കാമാസക്തി നിയന്ത്രിക്കാൻ നോമ്പ്. അതുകൊണ്ട് ആ പകലിൽ ഭോഗസുഖം പാടില്ല എന്ന് വെച്ചത്. അനുവദനീയമായ ഇണയുമായി ഭോഗിക്കൽ പുണ്യമാണെന്ന് പഠിപ്പിച്ച ഇസ്ലാം അനുവദനീയമായ ഇണയുമായി പകലിൽ ഭോഗം പാടില്ല എന്ന് പഠിപ്പിച്ചു എങ്കിൽ കാമാസക്തി നിയന്ത്രിക്കണമെന്നാണ് നോമ്പ് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരന്മാരെ, ലൈംഗിക അരാജകത്വത്തിന്റെ കാലഘട്ടത്തിൽ ലൈംഗിക വിശുദ്ധിയിലേക്ക് തിരിച്ചു നടക്കാൻ അല്ലാഹു നോമ്പ് മുഖേന നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലൈംഗിക അരാജകത്വത്തിന്റെ കാലഘട്ടത്തിൽ ലൈംഗിക വിശുദ്ധി പുലർത്തുന്ന ഉദാത്തരായ വിശ്വാസികളായി സ്വർഗം പോകാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രതികാര വാഞ്ചയാണ് ഈ കാലഘട്ടത്തിന്റെ മറ്റൊരു ദുരന്തം. നമ്മെ എതിർക്കുന്നവനെ നിശബ്ദനാക്കുക, നമുക്ക് പറ്റാത്തവരെ ഉന്മൂലനം ചെയ്യുക, നമുക്ക് ഇഷ്ടമല്ലാത്തവരെ പൂർണ്ണമായി തകർക്കുക. ഇത് മുസ്ലിം സമുദായത്തിനകത്തും ശീല. അതുകൊണ്ട് ഗുണ്ടകളെയാണ് സംഘടനകൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുണ്ടകളെയാണ് നേതാക്കന്മാർക്കും വേണ്ടത്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ജയിലടച്ചും അവരെ പീഡിപ്പിച്ചും അവരെ വായടച്ചും അവരുടെ കള്ളക്കേസ് കൊടുത്തും മാന്യന്മാരായി നടക്കുന്നവരാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇത്രയും വൃത്തികേട് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു സഹോദരൻ കോയമ്പത്തൂരിൽ ഇപ്പോൾ അതിനപ്പുറത്ത് ഇനി ഗുജറാത്തിലേക്ക് മാറപ്പെട്ടുകൊണ്ടിരിക്കെ നീതിയെക്കുറിച്ച് സംസാരിക്കാൻ നാവല്ലാതെ പോയ ഒരു സമുദായമുണ്ട് ഇവിടെ. സമുദായ നേതൃത്വവും നിങ്ങൾ അറിയണം, പ്രതികാര വാഞ്ച ഈ സമുദായത്തിന്റെ സകല നന്മയെയും തകർക്കുകയാണ്. പ്രതികാര വാഞ്ച ഈ സമുദായത്തിന്റെ സകല അമലും പൊളിക്കും. നിങ്ങൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ നോമ്പെടുത്തിട്ടും കാര്യമില്ല. നിങ്ങളുടെ സ്വന്തം സഹോദരനെ സഹോദരനായി കാണാൻ കഴിയാതെ പോയ,
അവനെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അവനെ ഒതുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിന് രഹസ്യമായി കൂടുന്ന, അതിന് കോപ്പ് കൂട്ടുന്ന ഈ വൃത്തികെട്ട സ്വഭാവം മാറ്റാത്ത കാലത്തോളം നിങ്ങളുടെ ഒരു ഇബാദത്തും അല്ലാഹുവിന് വേണ്ട. പ്രതികാര വാഞ്ചയെ ഒതുക്കലാണ് നോമ്പ്. അതുകൊണ്ടാണ് നിന്നോട് ഒരാൾ ചീത്ത പറഞ്ഞാൽ, നിന്നെ ഒരാൾ ചീത്ത വിളിച്ചാൽ, നിന്നെ ഒരാൾ ശണ്ട കൂടാൻ വന്നാൽ, ഞാനൊരു നോമ്പുകാരൻ പറഞ്ഞ് ഒതുങ്ങണം. നീ തിരിച്ചടിക്കല്ല, പ്രതികാര വാഞ്ച വേണ്ട, മാപ്പ് കൊടുക്ക്, വിട്ടുവീഴ്ച ചെയ്യൂ, നീ ഒതുങ്ങ് എന്ന് നോമ്പ് പഠിപ്പിച്ചു എങ്കിൽ നമ്മുടെ ഇച്ഛയുടെ ഒരു ഘടകമാണ് പൈതാഹേച്ച പോലെ, കാമേച്ച പോലെ പ്രതികാരേച്ഛ. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രതികാര ബുദ്ധി കൈയൊഴിയുക. പടച്ചവൻ ആരോടും വെറുപ്പില്ലാത്ത, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ലക്ഷണമൊത്ത മുഅ്മിനീങ്ങളായി എന്നെയും നിങ്ങളെയും മാറ്റി തീർക്കുമാറാവട്ടെ. ഈ നോമ്പിന്റെ വിശുദ്ധിയിൽ മനുഷ്യരെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സ്വന്തം സഹോദരന്മാരായ മുസ്ലിമീങ്ങളെ വെറുക്കാനാണ് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ആദർശ ബന്ധുക്കളെ വെറുക്കാനാണ് നമ്മുടെ പുസ്തകങ്ങളുടെ ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ആദർശ ബന്ധുവിനോട് സലാം പറയരുത്, അവനെ പിന്തുണ നിസ്കരിക്കരുത്, അവന്റെ കൂടെ കൂടരുത്, അവനെ കാണരുത്, അടുക്കരുത് എന്നിങ്ങനെ പറയാൻ നമ്മുടെ മാന്യന്മാർക്ക് മടിയില്ല. എന്റെ ആദർശ ബന്ധുവിനെ എനിക്ക് വിലക്കാൻ ആരാണ് അവർക്ക് അവകാശം നൽകിയത്? നമ്മുടെ ആദർശ ബന്ധുവിനെ നമുക്ക് വിലക്കാൻ ആരാണ് ഇവർക്ക് അവകാശം നൽകിയത്? അതുകൊണ്ട് സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രഖ്യാപിച്ച നമ്മുടെ നാട്ടിലും മറുനാട്ടിലും വിദേശ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും നമ്മുടെ സ്വന്തം ആദർശ ബന്ധുക്കളായി കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങകല ഫിലിസ്തീനിൽ നമ്മുടെ ഒരു സഹോദരി മർദ്ദിക്കപ്പെട്ടാൽ ഇവിടത്തെ നമുക്ക് വേദന വരും. അപ്പുറത്തെ സോമാലിയിൽ ഒരു മുസ്ലിം കുടുംബം ഇവിധം പട്ടിണി കിടക്കുന്നത് കണ്ടാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ അസ്കതയുണ്ടാകും. ഇറാഖിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും അതിനപ്പുറത്ത് വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിലും നമ്മുടെ സ്വന്തം സഹോദരന്മാർ പീഡാനുഭവം അനുഭവിക്കുമ്പോൾ നമുക്ക് മാന്യമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു ലോകത്തോട് വെറുപ്പും പുച്ഛവും ഉണ്ടാവും. അതുകൊണ്ട് സഹോദരന്മാരെ, അവർ നമ്മുടെ സ്വന്തം സഹോദരന്മാരാണ്, സ്വന്തം സഹോദരിമാരാണ്. നമ്മുടെ ആദർശ ബന്ധുക്കളെ സ്നേഹിക്കാൻ, അവരെ ഉൾക്കൊള്ളാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരുടെ അഭാവത്തിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു നമുക്ക് സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇറാഖിലെ, അഫ്ഗാനിലെ, ഫിലിസ്തീനിലെ, സോമാലിയയിലെ, അതിനപ്പുറത്ത് ഒരുപാട് രാജ്യങ്ങളിലെ നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡാവസ്ഥയിൽ നിന്ന് പടച്ചവനെ മോചനം നൽകുമാറാവട്ടെ. അവർക്ക് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, പിടിച്ചു നിൽക്കാനുള്ള കരുത്തും കെൽപ്പും സ്വബറും ഇസ്തിഖാമത്തും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്ക് മേൽ അധികാരത്തിന്റെ മുഷ്ക് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അവർക്കെതിരെ കുതന്ത്രം ഭയക്കുന്ന, അവരെ ഭീകരവാദികളും തീവ്രവാദികളുമായി മുദ്രയടിച്ചു പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുന്ന ഈ കാലഘട്ടത്തിലെ പുതിയ ഫറോവമാർ, അഭിനവ നമ്രൂദുമാർ, അവരുടെ നാശം കാണാൻ അല്ലാഹു നമുക്ക് അവസരം നൽകിയിരിക്കുമാറാവട്ടെ. അവർ പട്ടടയിലേക്ക് അമർന്നിരിക്കുന്ന കാഴ്ച കണ്ട് സന്തോഷിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. അതിന്റെ തുടക്കം ഈ റമദാനിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ തുടർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകളോളം 3 പതിറ്റാണ്ട് കാലം ഈജിപ്തിനെ കയ്യിൽ വെച്ച് മുസ്ലിം നാമധാരിയായ ഭരണാധികാരി ഈ അഭിനവ ഫറോവമാരുടെ നമ്രൂദുമാരുടെ ബലത്തിൽ ഒരു രാജ്യത്തെ മുഷ്കിൽ നിർത്തി ഇസ്ലാമിന്റെ പേര് പറയാൻ അനുവദിക്കാതെ, പള്ളിയിൽ മാന്യമായിട്ട് പോകാൻ അനുവദിക്കാതെ, ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കാതെ ഒരു സമുദായത്തെ ഇവിധം പീഡിപ്പിച്ചപ്പോൾ ആ സമുദായത്തിനകത്ത് പുതിയ തലമുറ, പുതിയ ബദറുകൾ അനുസ്മരിക്കുമാർ ചരിത്രമൊരുക്കിയപ്പോൾ ഒരു ഭരണാധികാരി മക്കളും വെള്ളം കുടിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് എങ്കിൽ ചരിത്രത്തിന്റെ ആവർത്തനത്തിന് കാതോർക്കുക. നാഥൻ അമിതമുള്ള ആവർത്തനങ്ങളാൽ മുസ്ലിം സമുദായത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. സമുദായത്തിന് മേൽ പീഡനപർവം ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന സകല നേതാക്കന്മാരും അവർ മുസ്ലിം നാമധാരികളാണെങ്കിൽ പോലും അല്ലാഹു അവരോട് ക്രൂരത കാണിക്കുമാറ്, അവരെ കൈകാര്യം ചെയ്യുമാറ്
കടുത്ത പിടുത്തം അവിടെ അല്ലാഹു വിടുമാറാവട്ടെ. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്, നിന്റെ നാഥന്റെ പിടുത്തം ഭയങ്കരമാണ്. അവനങ്ങ് കയറ് നീട്ടിയിട്ട് അവസാനം നിന്നെ അങ്ങ് പിടിച്ചാൽ നിനക്ക് കുതിറി മാറാൻ കഴിയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഇത്തരം ധിക്കാരികളായ ഭരണാധികാരികളുടെ മേൽ തമ്പുരാന്റെ വലിയ പിടുത്തങ്ങൾ വീഴുമാറാവട്ടെ. റിപ്പോളിയിൽ ഓടിയൊളിച്ച ഒരു നേതാവിനെ എലിയെ തിരയും പോലെ മാളത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം ആവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇസ്ലാമിന് ഇസ്സത്തും ഐശ്വര്യവും നൽകുന്ന കരുത്തും കെൽപ്പുമുള്ള അഭിനവ സലാഹുദ്ദീൻ അയ്യൂബിമാരെ, അഭിനവ ഉമറുമാരെ, അഭിനവ ഇബ്നു ഉമറുമാരെ, അബ്ദുല്ലാഹി ഉമറുമാരെ, അഭിനവ ഉമറുൽ അബ്ദുൽ അസീസുമാരെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചവൻ ഈ സമുദായത്തിനുള്ള നേതാക്കന്മാരെ നൽകുമാറാവട്ടെ. കരുത്തുള്ള, ഈമാനുള്ള, പടച്ചവനെ പേടിയുള്ള, സമുദായത്തോട് കൂറുള്ള, ഇസ്ലാമിന്റെ അജയ സ്വപ്നം കാണുന്ന, ഇസ്ലാമിന്റെ വിജയം കുതിക്കുന്ന ലക്ഷണമൊത്ത ഉമറാക്കളെ നൽകി അല്ലാഹു ഈ സമുദായത്തെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാൻ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലും ഒരുക്കി തരുമാറാവട്ടെ. ഈ കൊച്ചു കേരളത്തിൽ പോലും സ്ഥിതി ഭിന്നമല്ല. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് അന്യനിന്ന് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ രാജ്യത്ത് ഒരു മുസ്ലിം നിലക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കി തരുമാറാവട്ടെ. അതിനെ അനുവദിക്കാത്ത വിധം കുതന്ത്രം കൊണ്ടു നടക്കുന്ന സകല ശക്തികളെയും അല്ലാഹു തകർത്ത് കരിപ്പണമാക്കുമാറാവട്ടെ. അത്തരം ശക്തികളുടെ നാശം കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅ അദ്ദീന യാ റബ്ബൽ ആലമീൻ. പടച്ചവൻ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നന്നായി പണിയെടുത്ത് ദീനിനെ വിജയിപ്പിക്കാൻ കഴിയുന്ന ലക്ഷണമൊത്ത മുഅ്മിനീങ്ങളായി നമ്മയും മാറ്റി തീർക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത കാലഘട്ടത്തിൽ നിലവിലുള്ള ഭരണകൂടങ്ങളെ മറികടന്ന് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു മുന്നോട്ട് പോയപ്പോ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ഒരു വിമോചനം ഈ പറയുന്ന ഈജിപ്തിലും അതുപോലെ തന്നെ ഈ പറയുന്ന തുർക്കിയിലുമൊക്കെ നൽകിയിട്ടുണ്ട് എങ്കിൽ അത്തരം ഒരു വിമോചനത്തിന്റെ ധൈര്യത്തെ, സ്ഥൈര്യത്തെ കൈമുതലാക്കി ഒരു വെട്ടിപ്പിടുത്തത്തിന്റെ, ഒരു വിമോചനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കാൻ അല്ലാഹു നമുക്ക് കരുത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയവും പ്ലാനും പദ്ധതിയും ഒക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പലർക്കും ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന കാലമാണിത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സമ്പത്ത്, ശരീരം, നമ്മുടെ പണം ഇത് ഇസ്ലാമിന്റെ വിജയത്തിനും വേണ്ടി ചിലവഴിക്കാൻ, നമ്മുടെ കഴിവും ശേഷിയും ഇസ്ലാമിനെ വിജയിപ്പിച്ചെടുക്കാനും വേണ്ടി ചിലവഴിക്കാൻ കഴിയുമാറും അവിടേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കാൻ അല്ലാഹു നമുക്ക് സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സമുദായത്തിനപ്പുറത്ത് ഒരുപാട് മനുഷ്യരുണ്ട്, നല്ല നല്ല മനുഷ്യർ. ആ മനുഷ്യർ ഇസ്ലാമിന് കിട്ടിയാൽ അവർ ഇസ്ലാമിന്റെ ഉയർന്ന വക്താക്കളായിട്ട് മാറും. ഉമർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ കരുത്തുള്ള ഒരു കേന്ദ്രം ഉണ്ടായതുപോലെ, അതുകൊണ്ട് രണ്ടാമത് ഉമറിനെ കൊണ്ട് പടച്ചവനെ ദീനിനെ സഹായിക്കണേ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കാലഘട്ടത്തിലെ ഉമറുമാരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ നമ്മുടെ പ്രവർത്തനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സാധിക്കുകയും അങ്ങനെ കരുത്തുള്ള ജാഹിലിയത്തിൽ നല്ലവരായ ഉമറുമാർ ഇസ്ലാമിൽ നല്ലവരായി ഇസ്ലാമിനെ ഏറ്റെടുത്തുകൊണ്ട് അത്തരം ഇസ്ലാമിനെ ഏറ്റെടുത്ത ഉമറുമാരുടെ കൂടെ ഇസ്ലാമിന്റെ മാർഗത്തിൽ പൊരുതാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ ശ്രദ്ധ വെക്കാൻ അല്ലാഹു നമുക്ക് സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സർവോപരി സമുദായത്തിനപ്പുറത്തുള്ള സഹോദര സമുദായ അംഗങ്ങളെ ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് ഹൃദയവിശാലം അനുഗ്രഹിക്കുമാറാവട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ ഔദാര്യത്തെ കുറിച്ച് പറയുന്ന സൂക്തം ഇങ്ങനെയാണ്: അലം നശ്റഹ് ലക സദ്റക, പ്രവാചകരെ അങ്ങയുടെ ഹൃദയത്തിൽ നാം വിശാലത നൽകിയില്ലേ, വിശാലത നൽകിയില്ലേ. അബൂജഹലിനെയും സുഫിയാനെയും ഉൾക്കൊള്ളാൻ വിശാലത കാണിച്ച പ്രവാചകൻ, ഉമറിനെയും ഖാലിദ് വലീദിനെയും ഉൾക്കൊള്ളാൻ വിശാലത കാണിച്ച പ്രവാചകൻ, ഹിന്ദിനെ ഉൾക്കൊള്ളാൻ വിശാലത കാണിച്ച പ്രവാചകൻ, അങ്ങനെ കൊടിയ ശത്രുക്കളായ ഫാസിസ്റ്റുകളെ ഇസ്ലാമിന് കിട്ടാൻ കുതിച്ചു നടന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ ഹൃദയ വിശാലത ഇന്നത്തെ സമുദായത്തിന് മനസ്സിലാവില്ല.
സാമുദായികത, അന്ധമായ സാമുദായികതയാണ് ഇസ്ലാമിൽ ധരിച്ചു പോയ ഒരു വൃത്തികെട്ട പേക്കോലങ്ങളാണ് ഇന്നത്തെ വികാരജീവികളായ മുസ്ലിമീങ്ങൾ. പടച്ചവൻ വികാരം മാറ്റിവെച്ച് വിചാരത്തിന് സ്ഥാനം കൊടുക്കാൻ കഴിയുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിനപ്പുറത്തുള്ള സഹോദര സമുദായ അംഗങ്ങളെ ഉൾക്കൊള്ളാത്ത വിശാലത അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുമായുള്ള ബന്ധത്തിലൂടെ ഇസ്ലാമിനെ തെറ്റിദ്ധാരണ നീക്കാൻ അള്ളാഹു നമുക്ക് തുണയേകുമാറാവട്ടെ. തെറ്റിദ്ധാരണ നീങ്ങിയ മനസ്സിൽ ഇസ്ലാമിന്റെ നന്മയെ അനുഭവിപ്പിക്കാൻ അള്ളാഹു നമുക്ക് കരുതു നൽകുമാറാവട്ടെ. ഇസ്ലാമിന്റെ നന്മയും വിശുദ്ധിയും അനുഭവിച്ചപ്പോൾ ഇസ്ലാമിനെ സ്വീകരിക്കാൻ തയ്യാറായി വരുന്ന ആ സഹോദര സമുദായ അംഗങ്ങളെ മുഹാജിറുകളെ സ്വീകരിച്ച അൻസാറുകളെ പോലെ സ്വീകരിച്ച് കൂടെ വളർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഇസ്ലാമിന്റെ വിജയം, അതിന്റെ പ്രബോധനം, അതിന്റെ പ്രചാരണം, അതിന്റെ പ്രസാരണം, അതിന്റെ സമുദായത്തെ മറികടന്ന് സമൂഹത്തിലേക്കുള്ള തിരനോട്ടം യഥാവിധി ഈ കാലഘട്ടത്തിൽ സാക്ഷാത്കരിക്കാൻ സാധ്യതമാക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ മുഖം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. പ്രതികാര വാഞ്ച കത്തി നിൽക്കുന്നിടത്ത് പ്രബോധന പ്രവർത്തനമില്ല. സഹോദര സമുദായ അംഗങ്ങളെ ശത്രുക്കളായി കണ്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് സമുദായം എത്തിയാൽ പിന്നീട് ദഅവത്തില്ല, ദഅവത്ത് മരിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിക പ്രബോധനം മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് ഒഴുകേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല, അവർ നമ്മുടെ മിത്രങ്ങളാകേണ്ടവരാണ് എന്ന ഇസ്ലാമിന്റെ പോളിസി ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നത്തെ മുസ്ലിം സമുദായം നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ പട്ടുമത്തയിൽ വീട്ടിൽ കിടത്തിയവരാണ്. ശത്രുവാകേണ്ടതില്ലാത്തവരെ ശത്രുവാക്കി മാറ്റിയവരാണ്. യഥാർത്ഥ ശത്രു പിശാച, ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവനാണ് നിങ്ങളുടെ വർഗശത്രു. തിന്മയിലേക്ക് നമ്മെ നയിക്കുന്ന ആ വർഗശത്രുവിനെ വീട്ടകത്ത് കുടിയിരുത്തിയവരാണ് മുസ്ലിം സമുദായം. അതുകൊണ്ട് ആ വർഗശത്രുവിന്റെ പ്രതിരൂപമായ കള്ള് മദ്യം നമ്മുടെ വീട്ടകത്ത് കയറുന്നുണ്ട്. ആ വർഗശത്രുവിന്റെ പ്രതിരൂപമായ പെണ്ണ് നമ്മുടെ ആണുങ്ങളുടെ കൂടെ അലയുന്നുണ്ട്. അവൻ കല്യാണം കഴിച്ച പെണ്ണിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ആ വർഗശത്രുവായ പിശാചിന്റെ പിത്തനാട്ടമായ തുണി വിഴിഞ്ഞാട്ടവും നനഞ്ഞാട്ടവും നമ്മുടെ സൈറ്റിലും നെറ്റിലും ടിവിയിലും ഇടതടവില്ലാതെ റൂമിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പിശാചിന്റെ പ്രതിരൂപമായ സകല തിന്മകളും, പലിശയും ചൂതാട്ടവും ലോട്ടറിയും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ നോട്ടിനിട്ടിപ്പും പണം വാരുന്ന മറ്റു വഴികളും നമ്മുടെ ആളുകൾക്ക് പഥ്യമാണ്. അപ്പോൾ നമ്മുടെ വർഗശത്രുവിന്റെ സകല കോലങ്ങളെയും കൂടെ കൊണ്ടു നടക്കുകയും നമ്മുടെ ശത്രുവാകേണ്ടതില്ലാത്ത സഹോദര സമുദായങ്ങളെ ശത്രുവാക്കി വെക്കുകയും ചെയ്ത ഈ മുസ്ലിം സമുദായം മാപ്പറിയിക്കുന്നില്ല. തിരുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വർഗശത്രുവിനോട് വെറുപ്പുള്ളവരായി മാറ്റി തീർക്കുമാറാവട്ടെ. അപ്പോഴാണ് തിന്മയോട് വെറുപ്പുണ്ടാവുക, അപ്പോഴാണ് മദ്യത്തോട് അലർജി ഉണ്ടാവുക, അപ്പോഴാണ് തിന്മയോട് വെറുപ്പുണ്ടാവുക, അപ്പോഴാണ് വ്യഭിചാരത്തോട് വെറുപ്പുണ്ടാവുക, അപ്പോഴാണ് അനിസ്ലാമികമായ മാർഗേണയുള്ള പരീക്ഷയും ലോട്ടറിയും ചൂതാട്ടം ഉൾപ്പെടെ ഈ വൃത്തികെട്ട സമ്പാദം വേണ്ടെന്ന് വെക്കാൻ കഴിയുക. ഇന്ന് അതിനോട് വെറുപ്പില്ല എങ്കിൽ പിശാചിനോട് വെറുപ്പില്ലാതായി പോയി എന്നാണ്. പിശാചിനെ വെറുക്കാൻ കഴിയാത്ത മുസ്ലിമല്ല. അല്ലാഹു പൈശാചികതയെ വെറുക്കുന്ന ലക്ഷണമൊത്ത ഈമാൻധാരികളായി വിശ്വാസികളായി എന്നെ നിങ്ങളെയും മാറ്റി നിർത്തുമാറാവട്ടെ. സമുദായത്തിന് നമ്മൾ വെറുക്കാൻ പാടില്ല, അവരെ കിട്ടണമെന്ന് ഒരിക്കാൻ വേണ്ടത്. ഏറ്റവും വലിയ ഫാഷിസ്റ്റായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിയുടെ തലവെട്ടാൻ തീരുമാനിച്ച് വാൾ ഊരി പിടിച്ച് ഇറങ്ങിയ ഉമർ ഇസ്ലാമിലേക്ക് വരണമെന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചു എങ്കിൽ കാലഘട്ടത്തിലെ ഫാഷിസ്റ്റുകൾ ഇസ്ലാമിന്റെ പക്ഷത്ത് എഴുന്നേൽക്കുന്ന കാഴ്ച കാണണമെന്ന് കൊതിക്കാൻ കഴിയുമാറുള്ള ഒരു വിശാലത അപ്പുറത്ത് നമുക്ക് വേണം. ഇങ്ങനെയുള്ള വിശാലത അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് സമുദായത്തിനപ്പുറത്തുള്ളവർ ശത്രുക്കളല്ല, അവർ ഈ ഇസ്ലാമിലേക്ക് വരേണ്ടവരാണ്. അവരെ കിട്ടാൻ നമ്മൾ കൊതിക്കേണ്ടതുണ്ട്. അവരോട് നമുക്ക് ഔദാര്യം കാണിക്കാൻ കഴിയണം. അവർ നമ്മുടെ മിത്രങ്ങളായിട്ട് മാറേണ്ടവരാണ്. ഈ ഇസ്ലാമിനെ സ്വീകരിച്ചാൽ അവൻ നമ്മുടെ മിത്രമായിട്ട് നാളെ മാറാനുള്ളവനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന്റെ ദീൻ
ദീനിന്റെ മാർഗത്തിൽ അവരെ കാണാനും സംസാരിക്കാനും ഇസ്ലാം സമർപ്പിക്കാനും അവർക്ക് അവസരമൊരുക്കി കൊടുക്കാനും അവസരം കിട്ടിയിട്ട് സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ സംഭവിക്കട്ടെ. അവസരം കിട്ടാത്തതിന്റെ പേരിൽ ദീനിനെ അറിയാതെ പോയതുകൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാതെ ഞങ്ങളെ മാറ്റി നിർത്തിയ നിന്റെ ഈ സമുദായക്കാരാണ് പ്രശ്നം എന്ന് നാളെ അവർ നമുക്ക് നേരെ നോക്കി വർത്തമാനം വരെ ദുരന്തം പരലോകത്ത് സംഭവിക്കാതിരിക്കുമാറ് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വിശ്വാസികളായ നമുക്ക് അല്ലാഹു അവസരം തരുമാറാവട്ടെ. അങ്ങനെയുള്ള ഒരു ദഅവാബോധം, പ്രബോധന സംസ്കാരം അല്ലാഹു ഈ സമുദായത്തിലെ ഓരോ അംഗത്തിനും പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കെ ആ തെറ്റിദ്ധാരണകളും തെറ്റുദ്ധരണങ്ങളും ഒക്കെ നീക്കിയിട്ട് ഇസ്ലാമിൽ സുന്ദരമായ കാലഘട്ടത്തിന് മുഖം അവിടെ മുമ്പിൽ വെളിച്ചത്ത് കൊണ്ടുവരാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഘടാഘടികന്മാരായ നാം ഇസ്ലാമിന്റെ ആളുകളായിട്ടും ഇസ്ലാമിനെ കുറിച്ച മതിപ്പ് സമൂഹത്തിൽ ഉണ്ടാകാതെ പോകുന്നു എങ്കിൽ ഞാനും നിങ്ങളും കുറ്റവാളികളാണ്. പടച്ചതമ്പുരാൻ അവന്റെ ദീനിന്റെ പേരിനെ ഇകഴ്ത്തിയിട്ട് നമ്മുടെ പേര് ഉയരുന്ന ഒരവസ്ഥ സംഭവിക്കുന്ന തരത്തിലേക്ക് നാം വൈരുദ്ധ്യത്തിന്റെ വക്താക്കളായി മാറുന്ന അവസ്ഥ സംഭവിപ്പിക്കാതിരിക്കുമാറാവട്ടെ. അവന്റെ ദീനിനെ ഉയർത്തിയിട്ട് അതിനുവേണ്ടി നമ്മുടെ പേര് താഴ്ന്നാലും കുഴപ്പമില്ല. അവന്റെ അവന്റെ ദീനം ഉയർന്നു നിൽക്കുന്ന കാഴ്ച കാണാൻ അതിനുവേണ്ടി പണിയെടുക്കാൻ അത്തരമൊരു സ്വപ്നമായി ആലോചിക്കാൻ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ മണ്ണിറങ്ങി പണിയെടുക്കാൻ കഴിയുന്ന കരുത്തരായ വിശ്വാസികളിൽ അല്ലാഹു മാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം മതിയായ അളവിൽ നമ്മെ നൽകിയിട്ട് നമ്മെ നമ്മുടെ കാലഘട്ടത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാൻ നാം അനുഭവിക്കുന്ന എല്ലാവരുടെ പ്രയാസങ്ങളും ദൂരീകരിച്ച് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗാവസ്ഥയുടെ പ്രയാസം, സാമ്പത്തിക വിഷമങ്ങളുടെ പ്രയാസം, കുടുംബപരമായ പ്രതിസന്ധികളുടെ പ്രയാസം, നമ്മുടെ സ്വന്തം മക്കളുമായി ബന്ധപ്പെട്ട അസ്കതകൾ വരെയും ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉള്ളിലൊതുക്കി ചിരിച്ച് ജീവിക്കുന്നവരാണ് നമ്മുടെ കൂടെയുള്ള പലരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സാമ്പത്തിക പരാധീനതകൾ ഇല്ലായ്മ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബപരമായ വൈഷമ്യങ്ങൾ അല്ലാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന മാനസികമായ കുരിശുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ, അസ്കതകൾ അല്ലാഹു ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഉസ്റും എല്ലാ പ്രയാസങ്ങളും നീക്കി അവന്റെ ഭാഗത്ത് യുസ്ർ എളുപ്പം, മഖ്റജ് ഒരു തുറസ് അല്ലാഹു ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ രോഗങ്ങൾ നമ്മെ പിടികൂടി കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത വഴിമുട്ടുകയാണ്. പടച്ചവൻ അത്തരം രോഗങ്ങൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന ഇത്തരത്തിലെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നമുക്ക് എളുപ്പം നൽകി നമ്മെ തുറക്കുമാറാവട്ടെ. നമ്മുടെ ഒരുപാട് നല്ല മുറാദുകൾ, നല്ല ഉദ്ദേശങ്ങൾ, മക്കളെ ഇസ്ലാമികമായി വളർത്തൽ, അവരെ നല്ല കൈകളിൽ ഏൽപ്പിക്കൽ, അതുപോലെ തന്നെ നമ്മുടെ ഉപജീവന മാർഗത്തെ സംരക്ഷിച്ചെടുക്കൽ, നമ്മുടെ കച്ചവടവും ജോലിയും അത് ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവരൽ, അങ്ങനെ അവിടെ നിന്നങ്ങോട്ട് അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന, അവൻ്റെ മാർഗ്ഗം ഇബാദത്തുകൾ എടുക്കുന്ന, അവൻ്റെ ദീനിൻ്റെ സംസ്കാരം നേരെ ചൊല്ലി ഉൾക്കൊള്ളുന്ന, അവൻ്റെ മാർഗ്ഗത്തിൽ ഹജ്ജും ഉംറയും ഉൾപ്പെടെ നിർവഹിക്കാനുള്ള ഒരുപാട് മുറാദുകൾ അല്ലാഹു നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പടച്ചവൻ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ആഗ്രഹിക്കുന്ന ഒരു നല്ല ഉദ്ദേശവും നടപ്പാകാതെ പോകുന്ന ഒരവസ്ഥ നമ്മുടെ ഉപയോഗിക്കാതിരിക്കുമാറാവട്ടെ. ആ നല്ല മുറാദുകൾ പൂർത്തീകരിക്കാൻ മതിയായ സാഹചര്യം അല്ലാഹു ഒരുക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിധമുള്ള നല്ല ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് മുഖേന അല്ലാഹുവിന് നന്നായി ശുക്ർ കാണിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ നാം ലക്ഷ്യം വെക്കുന്ന എല്ലാ നന്മയും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമാറ് അല്ലാഹു തുണക്കുമാറാവട്ടെ. പടച്ചവനോട് ഉപജീവന മാർഗങ്ങളെ നൽകുമാറാവട്ടെ. ഹലാലായ മാർഗ്ഗേണയുള്ള ഉപജീവന മാർഗമാണ് നമ്മുടേതെങ്കിൽ പടച്ചവന്റെ ഹൈറും ബർക്കത്തും ആ ഉപജീവന മാർഗത്തിലും അതിലെ നേട്ടത്തിലും നിരന്തരമായി നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മാർഗ്ഗേണയല്ല നമ്മുടെ ഉപജീവന മാർഗമെങ്കിൽ പടച്ചവനെ ഭയന്ന് ഹലാലായ മാർഗത്തിലേക്ക്, മാണീഷത്തിന്റെ മാർഗത്തിലേക്ക് മാറാൻ
അവൻ നമുക്ക് വഴിയൊരുക്കി തരുമാറാവട്ടെ. അങ്ങനെയുള്ള ഒരു നേട്ടവും പശ്ചാത്താപവും നമ്മുടെ മനസ്സിൽ അല്ലാഹു ഉണ്ടാക്കി തരുമാറാവട്ടെ. നമ്മുടെ കച്ചവടം, ജോലി, ബിസിനസ്, നമ്മുടെ ഉത്പാദന മാർഗങ്ങൾ, നമ്മുടെ മറ്റു വരുമാന മാർഗങ്ങൾ എന്തിനും പടച്ചവന്റെ കാവലുണ്ടാകുമാറാവട്ടെ. വരുമാന മാർഗങ്ങൾ പിടുന്നതിനെ തകരുകയും പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാതെ ആളുകൾ വഴിമുട്ടുകയും അവസാനം നിവൃത്തിയില്ലാതെ ആത്മഹത്യയിൽ അഭയം തേടുകയും ചെയ്ത ദുരന്തപൂർണമായ സംഭവങ്ങൾ ഇങ്ങനെ പറയുക ഒന്നായി സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് നൽകിയ വരുമാന മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പോറിൽ വേണ്ടിക്കാതെ സംരക്ഷിച്ച് നമ്മെ അവൻ തുടക്കുമാറാവട്ടെ. ഉത്തരോത്തരം ആ മാർഗത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാവട്ടെ. അങ്ങനെ അതിലൂടെ വിജയിക്കാനും വളരാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ നാം ചെയ്ത സകല പ്രതിജ്ഞകളും പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാം എടുത്ത പ്രതിജ്ഞയിൽ ഒന്ന് നമ്മുടെ പ്രാർത്ഥനയും അർത്ഥനയും നമ്മുടെ ആരാധനകളും നേർച്ചകളും അല്ലാഹുവിന് മാത്രമായിരിക്കുമെന്നാണ്. കൈകെട്ടി നിന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ആ പ്രതിജ്ഞ സഹോദരന്മാരെ നാം അന്ന് നമ്മുടെ കരാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കരാർ നല്ല അളവിൽ പാലിക്കാൻ അല്ലാഹു ഉദവി നൽകുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന വിശ്വാസി ഓരോ വചനങ്ങളും പറയുമ്പോൾ ആ എൻ്റെ അടിമ കണ്ടില്ലേ, എൻ്റെ അടിമ, ആ അടിമയെ ചൂണ്ടിയിട്ട് പരാമർശിച്ചിട്ട് തമ്പുരാന്റെ ആർശിൽ ഇരിക്കുന്ന മുഖറബീങ്ങളായ മലായികത്തുകളോട് അല്ലാഹു പറയും, കേട്ടില്ലേ എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേട്ടില്ലേ എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി, അർറഹ്മാനിർ റഹീം. കേട്ടില്ലേ എൻ്റെ അടിമ എന്നെ പിന്നെയും അവനെ മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വം പ്രഘോഷണം ചെയ്തു, മാലിക് യൗമിദ്ദീൻ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന, നിന്നോട് മാത്രം ഞങ്ങളുടെ പ്രാർത്ഥന, നിനക്ക് മാത്രം വഴിപ്പെട്ട് അനുസരണം, നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുക. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു, ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം ഇസ്തിആന സഹായ അർത്ഥനയും നടത്തുന്നു എന്ന ഈ പ്രതിജ്ഞ നാം പറയുമ്പോൾ നാഥൻ പറയുത്തരെ, കേട്ടില്ലേ, ഹാദാ ബൈനി വ ബൈന അബ്ദി, ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാർ ഇതാണ്, ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാർ ഇതാണ്. ഈ കരാർ 5 നേരവും പിന്നെ തറാവീഹിലും സുന്നത്തിലും നിരന്തരമായി ആവർത്തിച്ചിട്ട് അല്ലാഹുവിനെ വിട്ട് മറ്റൊരു പ്രാർത്ഥിക്കുന്ന കൂട്ടരെ നമ്മുടെ പ്രാർത്ഥന നാം സ്വീകരിക്കുമോ? അതുകൊണ്ട് പടച്ചവന്റെ കരാറ് പാലിച്ചിട്ട് തമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കുക. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മുവഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പടച്ചവനോട് മാത്രം സഹായം അർത്ഥിക്കണം എന്ന് ഖുർആൻ. അല്ലാഹുവിനോട് മാത്രം സഹായം തേടുന്ന, മറ്റു കേന്ദ്രങ്ങളിൽ പോയി സഹായം തേടാത്ത, അത്തരം ശിർക്കിന്റെ കേന്ദ്രങ്ങളെ സമീപിക്കാത്ത, അല്ലാഹുവിനോട് മാത്രം ഇസ്തിആന സഹായാർത്ഥന നടത്തുന്ന ലക്ഷണമൊത്ത മുസ്ലിമീങ്ങളായി, കരാറ് പാലിക്കുന്ന മുസ്ലിമീങ്ങളായി അല്ലാഹു നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലാഹുവിനെ വിട്ട് സഹായം തേടിയും അല്ലാഹുവിനെ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുമൊക്കെ നാം